ഇപ്പോൾ CPM-ന്റെ നേതാക്കന്മാരെ സഖാക്കൾ എന്ന് വിളിക്കുന്നതിന് പകരം ഡീലേഴ്സ് എന്നാണ് വിളിക്കുന്നതെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹം അങ്ങനെയുള്ള ചില ആളുകളുടെ പേരുകളും പറഞ്ഞിട്ടുണ്ട്. കപ്പലണ്ടി കച്ചവടം നടത്തിയ ആൾ എങ്ങനെ കോടീശ്വരനായി എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ. അപ്പോൾ കരുവന്നൂരിൽ പറഞ്ഞതെല്ലാം തന്നെ സത്യമായിരുന്നു എന്നുള്ളത് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, കരുവന്നൂരിൽ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് CPM നേതാക്കന്മാർ അവരുടെ കീശ വീർപ്പിച്ചതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലെ കരുവന്നൂർ മാത്രമല്ല നിരവധി സ്ഥലങ്ങളിൽ. ആ സ്ഥലങ്ങളിലൊക്കെ സഹകരണ ബാങ്കുകളിൽ നടന്നിട്ടുള്ള വലിയ വെട്ടിപ്പ്, ആ വെട്ടിപ്പ് CPM നേതാക്കന്മാർക്ക് സാമ്പത്തിക ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നു, നേതാക്കന്മാരുടെ തലത്തിൽ നടക്കുന്നു. കാരണം അത് അത്ഭുതപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാസപ്പടി വാങ്ങിയതിൻ്റെ തെളിവുകൾ, ആ തെളിവുകൾ നമ്മുടെ മുന്നിൽ വളരെ വ്യക്തമായിട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങളാണ്.